എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാസർഗോഡ് ജില്ലയിലെ റാണിപുരം എന്നൊരു സ്ഥലമുണ്ട്. അവിടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കേരളത്തിൻ്റെ ഊട്ടി എന്നാണ് ഈ സ്ഥലത്ത് അറിയപ്പെടുന്നത്. അത് എന്താണെന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. അത്രയ്ക്ക് മനോഹരമായൊരു സ്ഥലം കേട്ടോ. വെക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ പറ്റിയ ഒരു കിടുകിടിലും പ്ലേസ്. എന്നാൽ പിന്നെ നമുക്ക് ഒട്ടും സമയം വേണ്ട, നേരിട്ട് വീഡിയോയിലേക്ക് പോകും. രാവിലെ തന്നെ റാണിപുരത്തേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ദീപമാണ് നമ്മുടെ സാരഥി, പിന്നെ ദീപ്തിയുണ്ട്, ഈതനുണ്ട്, അപ്പൂസുണ്ട്, പിന്നെ തോമസങ്ങളുടെ മോള് ലിറ്റിയുണ്ട് കേട്ടോ. പോകുന്ന വഴികളൊക്കെ കാണാൻ എന്താ ഒരു ഭംഗി എന്ന് പറയുമ്പോൾ, മലയോര പ്രദേശമായ കാരണം തെങ്ങും തോപ്പുകളും പിന്നെ അതുപോലെ റബ്ബറും തോട്ടവും മൊത്തത്തിൽ ഗ്രീനറി ആയിട്ടില്ലേ, കണ്ണിനൊക്കെ കുളിർമ കിട്ടുന്ന കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ കുരിശുപള്ളികളും വഴികളെന്നൊക്കെ പറഞ്ഞാൽ ഇടുങ്ങിയ വഴികളാണ് കേട്ടോ. പിന്നെ ഇവിടേക്ക് വരാനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാഞ്ഞങ്ങാടുന്ന് റാണിപുരത്തേക്ക് ഡയറക്റ്റ് ബസ്സുണ്ട്. ഏകദേശം ഒരു 43 കിലോമീറ്റർ ഉള്ളൂ. KSRTC ബസ്സും ഉണ്ട്, നമ്മുടെ ആനവണ്ടിയുണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സും ഉണ്ട്. ഇങ്ങനത്തെ യാത്രയ്ക്കൊക്കെ പോകാൻ ഏറ്റവും ബെറ്റർ നമ്മുടെ ആനവണ്ടി തന്നെ. അതിനകത്തൊക്കെ കുണുങ്ങിയുള്ള പോകുന്നതൊക്കെ പറഞ്ഞാൽ അതൊരു വേറൊരു വൈബ് തന്നെ കേട്ടോ. പോകുന്ന വഴികളൊക്കെ ആയാലും നല്ല റോഡുകളാട്ടോ. ടാറൊക്കെ ഇട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റോഡൊക്കെ, വലിയ കുണ്ടും കുഴികളൊന്നുമില്ല. പിന്നെ ഇവിടെ ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ കേട്ടോ. ഇവിടെയാണ് KSRTC ബസ് ആയാലും പ്രൈവറ്റ് ബസ് ആയാലും പിന്നെ നമ്മുടെ പ്രൈവറ്റ് കാറുകളായാലും വന്നാലും ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ പാർക്ക് ചെയ്തിട്ട് വേണം നമുക്കിനി നടന്നു പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് നടന്നു പോകണം. പോകുന്ന വഴികളൊക്കെയില്ലേ, രണ്ട് സൈഡും പെട്ടിക്കടകളൊക്കെ ഉണ്ടോ. അവിടെ നമുക്ക് ചെറിയ ചെറിയ ഫുഡുകളൊക്കെ നമുക്ക് വാങ്ങിച്ച് കഴിക്കാം. നല്ല അടിച്ച ചായയൊക്കെ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇനി ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തി ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഒരു അഡൽറ്റിന് 50 രൂപയും അതുപോലെ കുട്ടികൾക്ക് 20 രൂപ കേട്ടോ. അത്ര വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. അതുപോലെ രാവിലെ 8 മണി തുടങ്ങി 3 മണി വരെ മാത്രമാണ് നമുക്കിവിടെ പ്രവേശനമുള്ളൂ കേട്ടോ. വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. പിന്നെ നമ്മളെടുത്ത ടിക്കറ്റ് അവിടെ എൻട്രൻസിൽ തന്നെ ഒരു സെക്യൂരിറ്റി ഓഫീസറുണ്ട്, അവർ ചെക്ക് ചെയ്തിട്ട് നമ്മൾ അതേ കയറ്റിയിട്ടുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, കുടിക്കാനായിട്ട് ആവശ്യം പോലെ വെള്ളം കൊണ്ടുപോകണം. വെള്ളം കൊണ്ടുപോകുന്നതിൻ്റെ ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത്, ആ കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് കുപ്പി നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. അത് അവിടെ കാണിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ ബാസ്ക്കറ്റിനകത്ത് നമ്മൾ ഇട്ടിടണം. അതുപോലുള്ള ഒത്തിരി പ്ലാസ്റ്റിക് കുപ്പികൾ കൂട്ടിയിട്ടാണ് ഇനി അങ്ങോട്ട് നമ്മൾ യാത്ര തുടങ്ങാം കേട്ടോ. കുന്നും മലയൊക്കെ കയറി വേണം പോയിട്ട്, ഒത്തിരി നടക്കാനുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ വെള്ളം ആവശ്യം പോലെ കൊണ്ടുപോകണം. പിന്നെ ഇവിടെ വരുന്ന സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ ടു മാർച്ച് ടൈം ആട്ടോ വരാൻ പറ്റിയ ടൈം ഇതാട്ടോ. റാണിപുരത്തിൻ്റെ മുകളിലേക്ക് പോകണം. ഏകദേശം ഒരു 2.5 കിലോമീറ്റർ നടക്കാണ്ട്. കുറച്ച് സ്ഥലം ഭയങ്കര കുത്തനെ കയറ്റാ കയറിക്കൊണ്ടിരിക്കുക. ശരിക്കും മലയാറ്റുമല കയറുന്നവരുണ്ട്. അടിപൊളിയാട്ടോ, കാണാൻ അടിപൊളി ലുക്കാ. ഇതിന് അപ്പൂസൊക്കെ ഓടി കയറുന്നുണ്ട്. എവിടം വരെ ഓടുന്നു നമുക്ക് ഒരു പിടുത്തില്ല. അതുപോലെ തന്നെ സൈഡിൽ കൈവരിയൊക്കെ ആയിട്ട് പിടിച്ച് കയറാനായിട്ടുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു അട്രാക്ഷൻ എന്ന് വെച്ചാൽ പക്ക ഫോറസ്റ്റ്, പല തരത്തിലുള്ള മരങ്ങൾ. ആ മരങ്ങളുടെ പേരൊക്കെ അവിടെ ഒരു ബോർഡിനകത്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ കിളികളുടെ സൗണ്ടും ആ കാടിൻ്റെ ആ സൗന്ദര്യമൊക്കെ നമുക്ക് ആസ്വദിച്ച് പോകട്ടോ. ചില മരങ്ങളുടെ വേരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലേ ഈതൻകൂട്ടനും അപ്പൂസൊക്കെ ആകുമ്പോൾ പിടിച്ച് ഊഞ്ഞാലൊക്കെ ആടായിരുന്നു. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, രാവിലെ തന്നെ വരാൻ നോക്കണോ. ഞങ്ങൾ നമുക്ക് കുറച്ച് ലേറ്റായി പോയി. അത് കാരണം വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ മല കയറി നടക്കുന്നു പോകണ കാരണം കാടായാലും നല്ല ചൂടാണ്. അതുകൊണ്ട് നേരത്തെ വരണം. ഏകദേശം ഒരു 9 മണിയൊക്കെ ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിലേ സംഭവം അടിപൊളിയായിരിക്കും കേട്ടോ. കുറച്ച് മലയൊക്കെ കയറി മുകളിൽ വന്നേക്കും ഒരു പ്ലെയിൻ ആയിട്ടൊരു ഏരിയ വന്നു കേട്ടോ. പിന്നെ അതിൽ കൂടെ നടന്നു പോകണമെങ്കിൽ നമുക്ക് അറിയപ്പെടുന്ന കറുകപ്പട്ടാന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ദീപ്തി അത് പോയി ടെസ്റ്റ് ചെയ്യായിരുന്നു, ഇത് കറുകപ്പട്ട തന്നെയാണോന്ന്. അതിൽ നിന്ന് ഒരു ചെറിയ പീസൊക്കെ എടുത്ത് മണത്ത് നോക്കിയപ്പോൾ അത് കറുകപ്പട്ട തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കുറച്ചും കൂടി നടന്നു പോയിട്ടോ. പിന്നെ വീണ്ടും മല കയറാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ മരങ്ങളുമ്പോൾ പേര് ചോദിച്ചോന്നില്ലേ, ഇതായിട്ട് ഏലം പാല നമ്മൾ കേട്ടിട്ടുള്ളൂ, ഇപ്പോഴായിട്ട് നേരിട്ട് കാണാൻ. ആദ്യമായിട്ട് ഇത്ര നേരം നടന്നിട്ട് ഈതൻകൂട്ടിന് അപ്പൂസിന്ന് ഇരുന്ന കേട്ടോ. ഇവിടം വരെ ഒരു ഓട്ടവും എന്താ പറയുക മലകയറ്റവും ആയിരുന്നു.
ഇത്ര നേരം നടന്നിട്ട് ഇപ്പോഴാട്ടോ ഒരു പ്ലെയിൻ ഏരിയ ഫുള്ള് പച്ചപ്പ്, ഒരു സൈഡ് മലകൾ നോക്കി. ഇത് കേട്ടോ ഇതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഒരു ഏരിയ. പല മൂവികളിലൊക്കെ ഈ ലൊക്കേഷൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പോഴായിട്ട് നമുക്കറിയണേ ഇത് റാണിപുരാന്നൊക്കെ. ഇതിൻ്റെ അങ്ങറ്റത്ത് നമുക്ക് എത്തണം, ആ മലയുടെ തുഞ്ചത്തെത്തണം. പക്ഷേ 2.5 കിലോമീറ്ററൊക്കെ നടന്ന് പിള്ളേരൊക്കെ ആയിട്ട് പോകുന്ന പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസായിരുന്നു. പിന്നെ കുറേ സ്ഥലത്ത് ഇരിക്കും, വെള്ളം കുടിക്കും, വീണ്ടും നടക്കും. ഇതായിരുന്നു നമ്മുടെ പരിപാടി. നടന്നു പോകുന്ന വഴികളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ നടപ്പാത ഉണ്ടല്ലോ, നമ്മൾ കാട്ടിൽ കൂടെ നടന്നു പോകണേ, അങ്ങനത്തെ ഒരു സെറ്റപ്പ് കേട്ടോ. ഒരു സൈഡ് മലൻ ചരിവാണ്, അത് നമ്മൾ ശ്രദ്ധിക്കണം, തെന്നിന്ന് വീഴരുത്. പിന്നെ നമ്മൾ കുറച്ചേരം ചുറ്റി കറങ്ങി നടന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു പോകുന്നുട്ടോ. ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കില്ലേ വരാൻ പറ്റിയ കിടികിടിലും പ്ലേസ് കേട്ടോ. നവംബർ ഡിസംബറിലേക്കില്ലേ കോടമഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒന്നും കാണില്ല, അത്ര ബ്യൂട്ടിഫുൾ ആണെന്നാണ് ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ പറഞ്ഞത്. പിന്നെ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ തിരിച്ചു വന്ന വഴിക്ക് ഇതും കൊണ്ട് അപ്പോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടില്ലേ കാട്ടിലെ വള്ളികളുമൊക്കെ കയറി ഊഞ്ഞാലാട്ടലും, പിന്നെ കുറച്ച് നേരം അവരുടെ കളികളൊക്കെ ആയിരുന്നു. പിന്നെ അവരെ നമ്മളൊന്ന് എൻ്റർടൈൻ ചെയ്യണമല്ലോ. നടന്ന് കിടന്ന് ഊപ്പാട് കത്തി തിരിച്ചിറങ്ങി വന്ന വഴിക്ക് നമ്മൾ പോയപ്പോൾ കണ്ട പെട്ടിക്കടയിൽ കയറി കേട്ടോ. അവിടെ കയറി ഒരു കാലിച്ചായയും അതുപോലെ തന്നെ ചെറിയ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേർക്ക് ലേസൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അവിടുത്തെ സീറ്റിംഗ് സെറ്റപ്പൊക്കെ ഉണ്ടോ, കമുകിൻ്റെ ഇതൊക്കെ വെച്ച് കെട്ടി ഒരു നാടൻ സെറ്റപ്പ്. പിന്നെ അവിടുന്ന് മുട്ട ബജി ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ച് കഴിച്ച് മല കയറി ക്ഷീണമൊക്കെ തീർക്കാൻ വേണ്ടി കുറച്ച് നേരം അവിടെ റിലാക്സ് ചെയ്ത് അവിടെ ഇരുന്നു കേട്ടോ. തിരിച്ചു വന്ന ഒരു അടിപൊളി വ്യൂ ആണ് ഇവിടെ. ആ മലയുടെ താഴെ കണ്ട ഒരു പള്ളിയും ഒരു സ്കൂളൊക്കെ ആയിട്ട് ഒരു വലിയൊരു കോമ്പൗണ്ട്, നല്ല നല്ല ഭംഗിയുണ്ടായി കാണാൻ. അത് കാരണം വണ്ടി നിർത്തി ഒരു ചെറിയൊരു വീഡിയോ ഒക്കെ അവിടെ നിന്ന് എടുത്തു. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വെള്ളരിക്കൊണ്ട് എത്തിപ്പിക്കില്ലേ, പെരും മഴ കേട്ടോ. ഇത്ര നേരം നല്ല ചൂട്, നല്ല മഴ. ചൈത്രവാഹിനി പുഴ ഒഴുകണ ഒഴുക്ക് നോക്കി, മഴ അത്ര ശക്തമായിരുന്നു. പിന്നെ ഇതിനോട് ചേർന്നില്ലേ ഒരു അടിപൊളി കള്ള് ഷാപ്പുണ്ട്, ഫാമിലി കള്ള് ഷാപ്പ് കേട്ടോ. പുഴയോരം എന്നാണ് കള്ള് ഷാപ്പിൻ്റെ പേര്. ഇന്ന് ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കിടികിടൻ ഷാപ്പാട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, നാട്ടിലൊക്കെ വന്നിട്ട് നമ്മുടെ നാടൻ ഷാപ്പിലൊക്കെ ഒരു കള്ള കുടിക്കണ്ടേ. പിന്നെ ഫാമിലി ആയിട്ട് കയറാൻ പറ്റിയപ്പോൾ പിന്നെ ഒന്നും പറയാനില്ല. നേരെ നല്ല ആൽക്കഹോളിക് വെതർ, കിട്ടില്ല മഴയും. നേരെ ഫാമിലിക്കൊക്കെ ഇരിക്കാൻ പറ്റിയ സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ടായിരുന്നു. നേരെ ഷാപ്പിലേക്കാണ് കയറി. പിന്നെ തോമസങ്ങളപ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു. പിന്നെ ഷാപ്പിൽ കയറി കള്ളെന്ന് പറയാൻ എത്ര തരത്തിലുള്ള കള്ളുണ്ടെന്ന് അറിയാമോ? പനം കള്ള്, തെങ്ങും കള്ള്, മുന്തിരിക്കള്ള്, പിന്നെ നിപ്പനടിയൊക്കെ നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളൂ. ആ സെറ്റപ്പൊക്കെ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ടോ. ഷാപ്പിൻ്റെ അകത്തുള്ള ആംബിയൻസ് പറഞ്ഞാൽ അടിപൊളി കേട്ടോ. ഇതിൻ്റെ അകത്തൊരു ഷാപ്പാന്ന് പോലും അറിയില്ല. വാളുമൊക്കെ ഓരോ വെറൈറ്റി പോസ്റ്ററുകളും കാര്യങ്ങളും പിന്നെ നാട്ടിൽ പാലിക്കേണ്ടതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസും എല്ലാം ഒരു കറക്റ്റായിട്ട് നോട്ട് വെച്ചിട്ടുണ്ടോ. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ കള്ള് മാത്രമല്ല കേട്ടോ, ഫുഡ് എന്ന് പറഞ്ഞാൽ എത്ര വെറൈറ്റി ഫുഡാന്ന് പറയാമോ. ഇത്തിരി സ്പൈസിയാണ്, എന്നാലും ഷാപ്പിലെ ഫുഡിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര സംഭവം തന്നെ. അതൊക്കെ ഏതൊക്കെ 5 സ്റ്റാർ ഹോട്ടലിലോ എത്ര സെറ്റപ്പ് ഹോട്ടലിൽ പോയാലും ഈ ഒരു രുചിയും കിട്ടില്ല കേട്ടോ. എന്തൊക്കെ കഴിക്കാൻ പറ്റുമോ അതൊക്കെ ടേസ്റ്റ് ചെയ്തു. സാധാ കള്ളൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും മുന്തിരിക്കള്ളൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വെച്ചു. അങ്ങനെ ഒരു കുടം മുന്തിരിക്കള്ളും വാങ്ങിച്ചു. നല്ല കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. ദീപ്തിക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അതും കഴിച്ച് കഴിയുമ്പോഴേക്കും പിന്നെ ഫുഡ്, കള്ളപ്പം, മീൻ്റെ തല, അതുപോലെ തന്നെ കപ്പ, എന്തിനു പറയണു. അത് കഴിഞ്ഞ് കിച്ചൺ എന്ന് പറഞ്ഞാൽ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് തരമോ. കിച്ചണൊക്കെ മെയിൻ ചെയ്യണേ, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തരോ. ലൈവായിട്ടാണ് ഫുഡൊക്കെ അടിക്കണേ. അങ്ങനെ 2 മണിക്കൂർ ഞങ്ങൾ ഷാപ്പിൻ്റെ അകത്ത് അടിച്ച് പൊളിച്ചു കേട്ടോ. മല കയറി ക്ഷീണമൊക്കെ കൊണ്ട് തീർന്നു. ഇനി നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായി വിചാരിക്കണം. എന്നാൽ പിന്നെ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ കാണുന്നവരെ
എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.